ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കുള്ള പ്രശ്നമാണ് മുടി കൊഴിച്ചൽ, മുടി നരക്കലൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. എൻ്റെ മുടിയൊക്കെ നന്നായി കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. മുടിയുടെ അറ്റം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതിനും കാട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കോല് പോലെ ഉണ്ടായിരുന്നത്. ഞാനത് കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. കുറച്ച് മുടിയാണെങ്കിൽ നമുക്ക് ഉള്ള മുടി പോകുമ്പോൾ ഭയങ്കര ടെൻഷനല്ലേ. ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കതിലൊരു മാറ്റം തോന്നി. അതുകൊണ്ട് അത് നിങ്ങളിലേക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ ചായപ്പൊടി ഉണ്ട്. അപ്പോൾ ആ ചായപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ടുന്നത് വെക്കാം. നമ്മുടെ മുടിയുടെ ഗ്രോത്ത് നോക്കിയിട്ട് വെക്കാം. അതിലേക്ക് 2 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ പകുതി ആക്കണം. 2 ഗ്ലാസ്സിനാണെങ്കിൽ അത് ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയെടുക്കണം. ഇതിലേക്ക് ഈ കറ്റാർവാഴയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കറ്റാർവാഴ എടുത്തിട്ട് അതിൻ്റെ ആ മഞ്ഞക്കറയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് ശേഷം ഒന്ന് അത് കട്ട് ചെയ്തെടുക്കാം. ഞാനതിൻ്റെ ജെല്ല് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ മുറിച്ചെടുക്കാം, ഇടാം. നമ്മളിതൊരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്യണം. ഞാൻ ആഴ്ചയിൽ 1 പ്രാവശ്യമേ ചെയ്യാറുള്ളൂ കേട്ടോ. ഇപ്പം മഴയൊക്കെ, എനിക്ക് പിന്നെ അലർജിയുടെ പ്രശ്നമുണ്ട്. മഴയൊക്കെ ആകുമ്പോൾ പണി കിട്ടുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല. ചായപ്പൊടിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്ത് തണിയാൻ വെക്കാം. ഇത് തണിഞ്ഞതിന് ശേഷം ഒന്ന് ഇത് അരിച്ചെടുക്കാം. ഇത് നമ്മൾ തലയിൽ തേക്കുന്നതിന് മുന്നേ നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് വെച്ചാൽ അത് തലയിൽ കുറച്ച് ഒരു 5 മിനിറ്റ് തേച്ച് വെക്കുക. അതിന് ശേഷം ഇത് തേക്കാൻ പാടില്ല കേട്ടോ. അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കട്ടൻ ചായ മുടി കറുക്കാനും നല്ലതാണ് കേട്ടോ. കറുക്കാനെന്ന് വെച്ചാൽ വെളുത്ത മുടി കറുക്കാനല്ല കേട്ടോ, നമ്മൾ അകാലനര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഞാൻ തലയിൽ തേക്കുന്നതൊന്നും കാണിക്കുന്നില്ല. നമ്മളിത് തേക്കുമ്പം ഏറ്റവും മോശം ഡ്രസ്സ് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ കറ പറ്റിയാൽ പോവില്ല. ഇത് തലയിൽ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കാം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെക്കണം കേട്ടോ. അതിന് ശേഷം തല കഴുകാം. ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് കിച്ചൺ ടിപ്സും കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊറോട്ടയൊക്കെ വാങ്ങാറില്ല. അത് പിറ്റേ ദിവസത്തേക്കും ബാക്കി വന്നാൽ അതൊരു ബലമായിട്ടുണ്ടാവും, ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇടയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ബാക്കി വന്ന പൊറോട്ടയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ആവി കയറ്റിയെടുക്കുക. പൊറോട്ട ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പം പാനിലിട്ട് ചൂടാക്കിയാൽ തന്നെ ഇത്ര നന്നായിട്ട് കിട്ടുമൊന്നും ചെയ്യില്ല. എല്ലാവർക്കും എൻ്റെ ഹെയർ ടിപ്സും കിച്ചൺ ടിപ്സും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.
തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.